ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ചയുടെ തുടക്കം ഒരു കഥ കേട്ടുകൊണ്ടാകാം. വനാതിർത്തിയിലുള്ള ഗ്രാമത്തിൽ വേലായുധൻ എന്ന കർഷകനുണ്ടായിരുന്നു. അയാൾക്ക് 20-ൽ-അധികം പശുക്കളുണ്ടായിരുന്നു. രാവിലെ തന്നെ പശുക്കളെ മേയാൻ വിട്ടുകഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടി ഇവ മേഞ്ഞു നടന്ന് തിരിച്ച് കൃത്യമായി അവയുടെ തൊഴുത്തിൽ എത്തുമായിരുന്നു. കൂട്ടത്തിൽ കുറുമ്പിയും കുസൃതിയും എന്നാൽ വേലായുധനോട് വളരെ സ്നേഹവുമുള്ള ഒരു പശുവായിരുന്നു ലക്ഷ്മി പശു. ഒരു ദിവസം മേയാൻ വിട്ട പശുക്കളുടെ കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റി ലക്ഷ്മി പശു മേഞ്ഞ് വനത്തിനുള്ളിലെത്തി. കുറച്ചുള്ളിലായപ്പോഴാണ് അവൾ വനത്തിൽ ആണെന്നുള്ള തിരിച്ചറിവ് അവൾക്കുണ്ടാകുന്നത്. അവൾക്ക് ആദ്യം പരിഭ്രമം തോന്നി. എന്നാലും മടങ്ങിപ്പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവളിലുണ്ടായിരുന്നു. അവൾ മടങ്ങിപ്പോകുവാനായി ശ്രമം തുടങ്ങി. അപ്പോഴാണ് അവൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ വള്ളിച്ചെടികളുടെ ഇടയിൽ തന്നെ ലക്ഷ്യമാക്കി ഒരു കടുവ തയ്യാറായി നിൽക്കുന്നു. പ്രാണനും കൊണ്ട് ലക്ഷ്മി പശു അവിടുന്ന് ഓടുവാൻ തുടങ്ങി. അവളുടെ കഴിവുകൾ മുഴുക്കം സംഭരിച്ചുകൊണ്ട് ഓടിത്തുടങ്ങി. അങ്ങനെ ഓടി അവൾ വനത്തിൻ്റെ അതിരിൽ എത്താറായി. അവൾ തെല്ലൊന്ന് തിരിഞ്ഞു നോക്കി. അവൾ ഭയന്നുപോയി. കാരണം കടുവ വളരെ അടുത്ത് തന്നെ എത്തി. അടുത്ത ഒരു ചാട്ടത്തിൽ അവൻ എൻ്റെ മുതുകിൽ അവൻ്റെ നഖങ്ങൾ ആഴ്ത്തിയിറക്കി പിച്ചി ചീന്തി എന്നെ കൊല്ലും എന്ന ചിന്ത ലക്ഷ്മി പശുവിനുണ്ടായി. എത്രയും പെട്ടെന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ച ലക്ഷ്മി പശു അവിടെ കണ്ട ഒരു ചെറിയ കുളത്തിലേക്ക് എടുത്തങ്ങ് ചാടി. നല്ല വേഗതയിൽ വരുന്ന കടുവയ്ക്കോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ബ്രേക്ക് കിട്ടാത്ത കടുവയും നേരെ കുളത്തിലേക്ക് തന്നെ ചാടി. രണ്ടുപേരും ചെന്ന് നിന്നതോ ഒരു കൈ അകലത്തിൽ. അപ്പോൾ കടുവ മുരണ്ടുകൊണ്ടും അലറിക്കൊണ്ടും പറഞ്ഞു, എൻ്റെ പല്ലുകൾക്കിടയിൽ കിടന്ന് നിൻ്റെ എല്ലുകൾ ചതയുന്ന സംഗീതം ഇപ്പോൾ തന്നെ ഉടനെ തന്നെ കേൾക്കാം എന്ന് പറഞ്ഞ് അലറി മുരണ്ടുകൊണ്ട് അവൻ്റെ കൈകൾ ഉയർത്തുവാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് പശുവും അവനും ചെളിയിൽ ആണ്ട് നിൽക്കുകയാണ്. ആ കുളത്തിൽ അധികം വെള്ളമില്ല, പക്ഷേ കൂടുതലും ചെളിയാണ്. എന്തായിരുന്നാലും ഈ കടുവയുടെ കൈകൾ പുറത്തെടുക്കാനുള്ള ശ്രമം കണ്ട ലക്ഷ്മി പശു അറിയാതെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ലക്ഷ്മി പശു അവനോട് ചോദിച്ചു, നിനക്കൊരു യജമാനനുണ്ടോ? നീ എന്ന് വിളിച്ചത് തന്നെ കടുവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കടുവ രൂക്ഷമായി ഒന്ന് നോക്കി. എന്നിട്ട് അഹങ്കാരത്തോടുകൂടി പറഞ്ഞു, ഈ കാട്ടിലെ രാജാവാണ് ഞാൻ. ഇവിടെയുള്ള സകല ജീവജാലങ്ങളുടെയും യജമാനൻ ഞാനാണ്. അങ്ങനെയുള്ള എനിക്ക് മറ്റൊരു യജമാനൻ എന്ന് പറഞ്ഞ് ലക്ഷ്മി പശുവിനെ ഒരു ആട്ട് കൊടുത്തു. അപ്പോൾ ലക്ഷ്മി പശു മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, അങ്ങ് രാജാവാണല്ലേ. രാജാവിന് പോലും തൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇപ്പോൾ. അപ്പോൾ കടുവ പറഞ്ഞു, നിൻ്റെയും അവസ്ഥ അത് തന്നെ. നീയായിരിക്കും ആദ്യം മുങ്ങി ചാകുന്നത്, എന്നിട്ടേ ഞാൻ ചാകുകയുള്ളൂ. അപ്പോൾ ലക്ഷ്മി പശു പറഞ്ഞു, ഇല്ല, അങ്ങ് ചാകും, പക്ഷേ ഞാൻ ചാകുകയില്ല. അപ്പോൾ കടുവ വീണ്ടും പറഞ്ഞു, കാട്ടിലെ രാജാവായ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. പിന്നെയാണ് നാട്ടിൽ നിന്നും എത്തിയ ഒരു നിസ്സാരക്കാരനായ പശു എന്ന് പറഞ്ഞു. ലക്ഷ്മി പശു വിനയമായി അതിന് മറുപടി പറഞ്ഞു, എനിക്കൊരു യജമാനനുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം ഇപ്പോൾ തിരിഞ്ഞു പോയി തൊഴുത്തിൽ അവരുടെ സ്ഥാനങ്ങളിൽ എത്തിക്കാണും. എൻ്റെ യജമാനൻ നോക്കുമ്പോൾ എന്നെ കാണാതാവുകയും എന്നെ തിരക്കി വരികയും ചെയ്യും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പറഞ്ഞ് നാക്ക് ഇട്ടില്ല. അതിനു മുമ്പേ തന്നെ വേലായുധൻ അവിടെ എത്തി. വേലായുധൻ ഒരു കയറ് ലക്ഷ്മി പശുവിന് കഴുത്തിൽ കെട്ടിമുറുക്കി അതിനെ വലിച്ച് കരയ്ക്ക് കയറ്റി. എന്നിട്ട് പശുവിൻ്റെ ദേഹത്ത് പുരണ്ടിരുന്ന
കാലിലും മറ്റും പുരണ്ടിരുന്ന ചെടിയെല്ലാം അവിടുത്തെ വെള്ളമെടുത്ത് തന്നെ കഴുകി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി പശുവും അവളുടെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വേലായുധൻ്റെ കഴുത്തിലും മുഖത്തും കാതിലുമൊക്കെ നക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ കടുവയെ രക്ഷിച്ചാൽ അവൻ ആദ്യം നമ്മളെ തന്നെ കൊന്നു തിന്നും എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് നടന്നു നീങ്ങി. ഈ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം നമുക്കിടയിൽ തന്നെ ഉള്ളതാണ്. ഈ കഥയിലെ പശു ഭഗവാന് മുന്നിൽ അടിയറ വച്ച മനസ്സിൻ്റെ ഉടമയെ പ്രതിഫലിപ്പിക്കുന്നു. ഈ കഥയിലെ കടുവയാണെങ്കിലോ എല്ലാം ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് എല്ലാത്തിനും, എൻ്റെ മിടുക്കാണ് എല്ലാം എൻ്റെ മിടുക്ക് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നും മറ്റും പറഞ്ഞ അഹങ്കാരിയായ ഈഗോയുള്ള മനസ്സിനുടമയെ കാണിക്കും. ഈ ചെളിയാകട്ടെ നമ്മളുടെ ചുറ്റുമുള്ള സമൂഹത്തിനെയാണ് കാണിക്കുന്നത്. യജമാനൻ ഗുരുവിനെയും. കടുവയും പശുവും തമ്മിലുള്ള ചെയ്സാണെങ്കിലും ഈ ലോകത്ത് നമ്മൾ ജീവിക്കാൻ പെടുന്ന തത്രപ്പാടിനെയുമാണ് കാണിക്കുന്നത്. ഞാൻ ആരെയും ആശ്രയിച്ചല്ല കഴിയുന്നത്, ഞാൻ സ്വതന്ത്രനാണ്, ഞാനെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ വീമ്പ് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ വീമ്പ് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. ചില സമയങ്ങളിൽ ചിലരെ ആശ്രയിക്കുന്നത് ഒരു ബലഹീനതയോ പരാജയമോ ഒന്നുമല്ല. ചില സന്ദർഭങ്ങളിലെങ്കിലും പരാശ്രയം തേടുന്നത് തങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും എന്ന സന്ദേശമാണ് ഈ കഥയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കഥയുമായി നിങ്ങളെ വീണ്ടും കാണുന്നതുവരെ ഞാൻ രാകേഷ് ചീമര വിടവാങ്ങുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയാന്താം ന്യായേന മാർഗേണ മഹിം മഹേഷ് ബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു.